ചിലപ്പോൾ നമുക്ക് എന്ത് പ്രാർത്ഥിക്കണം അല്ലെങ്കിൽ എങ്ങനെ പ്രാർത്ഥിക്കണം ഒത്തിരി പ്രേയേഴ്സ് ഉണ്ട്. അതിൽ ഏതൊക്കെ പ്രാർത്ഥന ചെല്ലണം, എങ്ങനെയൊക്കെ പറയണം, എങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചാൽ എൻ്റെ പ്രാർത്ഥന എൻ്റെ നല്ല ഈശോ തമ്പുരാൻ കേൾക്കും, എങ്ങനെയൊക്കെ നമുക്ക് നമ്മുടെ പ്രെയർ ഈശോയിലേക്ക് എത്തിക്കാം. അങ്ങനെ ഒത്തിരി ചില സമയത്ത് നമുക്കൊരു കൺഫ്യൂഷൻസ് വരാറുണ്ട്. അങ്ങനെ എഫക്റ്റീവായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാനുള്ള ഒരു ചെറിയൊരു മെത്തേഡാണിത്. പ്രെയർ ലൈഫിലേക്ക് ആദ്യമായിട്ട് വരുന്നവരും ബിഗിനേഴ്സിനും ഒക്കെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു മെത്തേഡാണിത്. ഇങ്ങനെയൊന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. എഫക്റ്റീവായിട്ട് ഉള്ള ഒരു നമുക്ക് തന്നെ ഒരു പോസിറ്റീവായിട്ടുള്ള റിഫ്ലക്ഷൻ നമ്മുടെ ലൈഫിൽ കാണാൻ പറ്റുന്ന ഒരു മെത്തേഡാണിത്. അതിന് വേണ്ടുന്ന 2 ഐറ്റംസ്: ഒരു കുഞ്ഞൊരു നോട്ട്ബുക്ക്, പിന്നെ ഒരു പെന്ന്. അപ്പോൾ ആ നോട്ട്ബുക്ക് നമ്മളെപ്പോഴും പ്രാർത്ഥിക്കുന്ന നമ്മുടെ ഇരിക്കുന്ന ഒന്നുകിൽ നമ്മൾ കിടക്കുന്ന റൂമിൻ്റെ ഇടയിൽ വെക്കുക, പ്രാർത്ഥിക്കുന്ന നമ്മുടെ ടേബിൾ ഉണ്ടെങ്കിൽ അവിടെ വെക്കുക. എപ്പോഴും കാണാവുന്ന ഒരിടത്ത് ഈ ബുക്ക് വെക്കുക, നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന സ്ഥലത്ത്. വീട്ടിലുള്ള ബാക്കി എല്ലാവരും ആക്സസ് ചെയ്യുന്നിടത്തല്ല, നിങ്ങൾക്ക് സേഫായിട്ട് സൂക്ഷിക്കാൻ പറ്റുന്ന ഒരിടത്ത് ഈ ബുക്ക് സൂക്ഷിക്കുക. നമുക്ക് ഇങ്ങനെ എന്തെങ്കിലും പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് വരുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്തോ അല്ല, നമുക്ക് എന്തെങ്കിലും നമ്മുടെ ഈശോയുടെ അടുത്ത്, മാതാവ് വഴി ഈശോയുടെ അടുത്ത് പറയാനുള്ള ഒരു ടൈം വരുമ്പോൾ, നമുക്ക് എന്തെങ്കിലും പ്രാർത്ഥനാ നിയോഗങ്ങൾ വരുന്ന ടൈമിലൊക്കെ നമുക്ക് ഈ ബുക്ക് എടുക്കുക. ഈ ബുക്ക് എടുത്തിട്ട് നമ്മൾ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യുക. ജസ്റ്റ് ഒരു ഡേറ്റ് ഇടുക. എന്നാണോ നിങ്ങൾ ആ പ്രെയർ എഴുതുന്നത് ആ ഡേറ്റ് ആ ബുക്കിൻ്റെ തുടക്കത്തിൽ ജസ്റ്റ് എഴുതി വെക്കുക. ഫസ്റ്റ് ഒരു പേജ് എടുക്കുക, ആ പേജിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഡേറ്റ് എഴുതുക. എന്നിട്ട് ജസ്റ്റ് എഴുതുക: അമ്മേ മാതാവേ, ഞാൻ ഇപ്പം ആരാന്നൊക്കെ അമ്മയ്ക്കറിയാം, ജസ്റ്റ് നിങ്ങളുടെ പേര് പറയുകയാണെങ്കിൽ പേര് പറഞ്ഞിട്ട് എഴുതുക. അമ്മേ മാതാവേ, ഞാനിപ്പം ഈ അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്, അമ്മയ്ക്ക് എന്നെ നന്നായിട്ട് അറിയാം എന്ന് പറഞ്ഞിട്ട് നമ്മൾ നമ്മുടെ ആവശ്യം പറയുക. ആ ഒരു ടൈമിൽ നമുക്ക് നമ്മുടെ മനസ്സിൽ കൂടെ ഒത്തിരി ചിന്തകളൊക്കെ കടന്നു പോകാറുണ്ട്. അതൊക്കെ നമുക്ക് അതിലോട്ട് എഴുതാം. ഇപ്പം ഞാനിങ്ങനെ ജസ്റ്റ് ആലോചിക്കുകയാണ്, ഇപ്പം എൻ്റെ ഈ ആഗ്രഹത്തിന് തടസ്സമായിട്ട് ഇത്ര കാര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ എനിക്ക് ഇന്ന ആഗ്രഹം, അമ്മേ മാതാവേ എനിക്ക് ഇന്ന ദിവസത്തിനകം എനിക്കത് സാധിച്ചു തരണേ എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ, നമുക്കറിയാവുന്ന രീതിയിൽ നമ്മൾ നമ്മുടെ മാതാവിൻ്റെ അടുത്ത് നേരെ അങ്ങ് സംസാരിക്കുകയാണ്. മാതാവ് നമ്മൾ തൊട്ടടുത്ത് വന്നിരിപ്പുണ്ട്, നമ്മൾ അമ്മയും മാതാവിൻ്റെ അടുത്ത് നമ്മൾ നേരെയായിട്ട് ഡയറക്റ്റായിട്ട് സംസാരിക്കുക. വേറെ ഇൻ്റർമീഡിയേറ്റർ ഒന്നുമില്ല. നമ്മൾ ഡയറക്റ്റായിട്ട് മാതാവിനെ കണ്ടുകൊണ്ട് മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് നേരെ കണ്ടുകൊണ്ട് എഴുതുക. അപ്പോൾ നമ്മൾ നമ്മുടെ നിയോഗം എഴുതുന്നു. അതിനെന്തെങ്കിലും ബ്ലോക്കേഴ്സ് ഉണ്ടെങ്കിൽ, എന്തെങ്കിലും തടസ്സങ്ങളുണ്ടെങ്കിൽ അത് ജസ്റ്റ് ഇന്നതൊക്കെയാണ് തടസ്സങ്ങളാണ്, അമ്മ ഇടപെട്ട് ഈ തടസ്സങ്ങളൊക്കെ മാറ്റി എൻ്റെ ഈ നിയോഗം അമ്മ വേഗം സാധിച്ചു തരണമേ എന്ന് അമ്മയോട് മധ്യസ്ഥ അപേക്ഷിക്കുക. അതുപോലെ നമ്മൾ ഇതുപോലെ പ്രാർത്ഥനാ നിയോഗങ്ങൾ എഴുതുമ്പം നമുക്ക് ബൈബിൾ വേർഡ്സ് യൂസ് ചെയ്തുകൊണ്ട് എഴുതാൻ സാധിക്കും. ഫോർ എക്സാമ്പിൾ, ഇപ്പം നമുക്ക് പറയാം, I can do all things through the Christ who strengthens me. ഫിലിപ്പീൻസ് 4:13. അത് പറഞ്ഞ പോലെ, എന്നെ ശക്തനാക്കുന്ന എൻ്റെ ദൈവത്തിലൂടെ എല്ലാം ചെയ്യാനായി എനിക്ക് സാധിക്കും. ഈ വചനം എഴുതിക്കൊണ്ടും നമുക്ക് പ്രാർത്ഥിക്കാം. ഇതൊരു എക്സാമ്പിളാണ്. ഇതുപോലെ നമുക്ക് ടച്ചിങ് ആയിട്ട് ഉള്ള ബൈബിൾ വേർഡ്സ് ഉണ്ടാവും. അപ്പോൾ ആ ബൈബിൾ വേർഡ്സ് യൂസ് ചെയ്തുകൊണ്ട്, ഇത് നമുക്കൊരു ബലമാണ്, നമ്മുടെ ഒരു കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യുന്ന ഒരു ബൈബിൾ വേർഡ്സാണിത്. ഇതുപോലെ നമുക്ക് ടച്ചിങ് ആയിട്ട് തോന്നുന്ന ബൈബിൾ വേർഡ്സൊക്കെ നമ്മൾ നോട്ട് ചെയ്ത് വെക്കുക. നമ്മുടെ ആവശ്യ സമയങ്ങളിൽ, നമ്മുടെ വിഷമ സമയങ്ങളിൽ, നമ്മൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സമയങ്ങളിൽ എന്താണോ നമ്മുടെ ആ പ്രോബ്ലംസ്, ആ ഒരു ടൈമിൽ നമുക്ക് പേഴ്സണലായിട്ട് നമ്മുടെ കുറച്ച് ഫേവറേറ്റ്സ് ആയിട്ടുള്ള ബൈബിൾ വേർഡ്സ് ഉണ്ടാവും. അതെല്ലാം നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ നമ്മുടെ ഓരോ ആവശ്യ സമയങ്ങളിൽ എന്തെങ്കിലും കാര്യം ചെയ്യാനാണെങ്കിൽ നമുക്കിങ്ങനെ പറയാം: എന്നെ ശക്തനാക്കുന്ന എൻ്റെ ദൈവത്തിലൂടെ എല്ലാം ചെയ്യാനായി എനിക്ക് സാധിക്കും എന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ വിശ്വസിക്കുക. ഞാൻ അങ്ങയുടെ വചനത്തിൽ ഞാൻ വിശ്വസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ നിയോഗം, എനിക്കിത് അമ്മ മാതാവ് വഴി എനിക്കിത് ചെയ്യാൻ സാധിക്കും എന്നൊരു കോൺഫിഡൻസോടുകൂടി നമ്മുടെ ആ നിയോഗം ഇതിലെഴുതുക. ഇങ്ങനെയും നമുക്ക് എഴുതാം ബൈബിൾ വേർഡ്സ് യൂസ് ചെയ്തുകൊണ്ട്. ഇപ്പം നിങ്ങൾക്ക് ബൈബിൾ വേർഡ്സ് ഒന്നും അറിയത്തില്ല എന്നിങ്ങനെയാണെങ്കിൽ അങ്ങനെ വേണ്ട, നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ എഴുതുക. ജസ്റ്റ് നമ്മൾ നേരെ മാതാവിനെ കണ്ട് നമ്മുടെ നിയോഗം നമ്മൾ നേരെ പറയുന്നതായിട്ട് നമുക്കിങ്ങനെ ഈ നമ്മുടെ ആ ഒരു കുട്ടി ബുക്കിനകത്ത് നമുക്കിങ്ങനെ നമ്മുടെ നിയോഗങ്ങൾ എഴുതി വെക്കാം. ഈ എഴുതി വെക്കുന്ന നിയോഗങ്ങൾക്കെല്ലാം ഒരു പ്രത്യേക ഒരു ബ്ലെസ്സിങ് ഉണ്ട്. അത് നമ്മൾ തിരിച്ചു നോക്കുമ്പോൾ ഒക്കെ നമുക്ക്
പിന്നെ കുറച്ച് നാൾ കഴിയുമ്പോഴേക്കും നമ്മൾ മനസ്സ് നോക്കുമ്പം നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റും നമുക്ക് എത്രത്തോളം ബ്ലെസ്സിങ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഇത്ര നിയോഗങ്ങളാണ് നമ്മൾ മാതാവിൻ്റെ അടുത്ത് അപേക്ഷിച്ചിട്ടുള്ളത്. ആ അപേക്ഷിച്ച നിയോഗങ്ങളിലെല്ലാം മാതാവ് നമുക്കൊരു നല്ല ഒരു റിപ്ലൈ തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ നമുക്കൊരു റിസൾട്ടും നമ്മൾ ചോദിച്ച ഈ നിയോഗങ്ങളിലെല്ലാം നമുക്ക് കിട്ടിയിട്ടുണ്ട് എന്നൊരു റിഫ്ലക്ഷൻ കൂടി നമുക്ക് ഇങ്ങനെ ഈ നിയോഗങ്ങൾ എഴുതി പ്രാർത്ഥിക്കുന്നത് വഴി നമുക്ക് ലഭിക്കുന്നു. ഇതുപോലെ നമ്മുടെ പ്രാർത്ഥനാ നിയമങ്ങളൊക്കെ എഴുതാനായിട്ട് എല്ലാവരും ഇതുപോലെ ഒരു ബുക്ക് കീപ്പ് ചെയ്യുക. ആ ബുക്കിൽ നമ്മുടെ ഓരോരോ നിയോഗങ്ങളായിട്ട് ഇപ്പം നമുക്ക് തന്നെ ഒത്തിരി നമ്മളെ ഇപ്പം ചിലപ്പോൾ നമ്മുടെ ഫാമിലി ആ ഒരു ഏരിയയിലാണ് നമുക്ക് എന്തെങ്കിലും ഒരു ബ്ലെസ്സിങ് വേണ്ടത്, അല്ല നമ്മുടെ ജോബ് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ബ്ലെസ്സിങ്, നമ്മുടെ ചെറുതോ വലുതോ ആയിട്ടുള്ള എല്ലാ നിയോഗങ്ങളും നമുക്ക് നമ്മുടെ ഈ ബുക്കിനകത്ത് നമുക്ക് കീപ്പ് ചെയ്യാൻ സാധിക്കും. പിന്നെ കുറച്ച് നാൾ കഴിയുമ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് മറിച്ച് നോക്കിയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ള അനുഗ്രഹങ്ങളൊക്കെ ഒന്ന് ടിക്ക് ഇട്ടിട്ട് പോവുക. അപ്പോൾ ആ ഒരു പേജിലാണ് നമ്മൾ ഒരു നിയോഗം എഴുതുന്നതെങ്കിൽ ആ ഒരു പേജ് അപ്പോൾ അത് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ടിക്ക് ചെയ്തിട്ട് താങ്ക് യു ജീസസ്, എൻ്റെ ഈ ഒരു നിയോഗം അങ്ങ് സാധിച്ചു തന്നതിന് അങ്ങേക്ക് ഞാൻ നന്ദി പറയുന്നു എന്നും അതൊരു ഹാബിറ്റായിട്ട് നമ്മൾ വളർത്തിക്കൊണ്ട് വരിക. അപ്പം നമുക്ക് തന്നിട്ടുള്ള ബ്ലെസ്സിങ്ങും ഒക്കെ നമുക്ക് കൗണ്ട് ചെയ്യാനും ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാവുന്ന ഒരു എഫക്റ്റീവായിട്ടുള്ള മെത്തേഡാണ്. ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ ഇതുപോലെ ഒരു കുഞ്ഞു ബുക്കിനകത്തൊക്കെ എഴുതി വെച്ച് പിന്നെ നമുക്കത് വായിച്ചൊക്കെ നോക്കുമ്പോൾ നമുക്കൊരു ഭയങ്കര ഒരു ഹാപ്പിനെസ് ഫീൽ ചെയ്യും. നമുക്ക് ഇത്രയും നമുക്ക് അനുഗ്രഹങ്ങൾ നമുക്ക് തന്നിട്ടുണ്ടല്ലോ, ഇത്രയൊക്കെ എന്നെ ബ്ലെസ് ചെയ്തിട്ടുണ്ടല്ലോ, ഒത്തിരി അനുഗ്രഹങ്ങൾ എനിക്കാണെങ്കിലും പേഴ്സണൽ ലൈഫിലൊക്കെ ആണെങ്കിലും എൻ്റെ കരിയർ ലൈഫിലാണെങ്കിലും എല്ലാം ഒത്തിരി അനുഗ്രഹങ്ങൾ അമ്മ മാതാവ് വഴി എനിക്ക് ലഭിച്ചിട്ടുണ്ട്. ഇതെല്ലാം നമുക്ക് കിട്ടിയിട്ടുള്ള അനുഗ്രഹങ്ങളെ പ്രതിയും നമ്മൾ അമ്മയ്ക്ക് നന്ദി പറയണം. എല്ലാവരും അപ്പം ഇങ്ങനെ ഈ ഒരു മെത്തേഡ് വഴി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എഫക്റ്റീവായിട്ടുള്ളൊരു മെത്തേഡാണ്. അമ്മ മാതാവ് എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ നിയോഗങ്ങളിൽ അമ്മ നേരെ ഇറങ്ങി വന്ന് നിങ്ങൾക്ക് ഒരു സൊല്യൂഷൻ അമ്മ ഡയറക്റ്റായിട്ട് അമ്മ നിങ്ങൾക്ക് തരും. എല്ലാവരും നിങ്ങളുടെ നിയോഗങ്ങൾ മാതാവ് വഴി ഈശോയിലേക്ക് സമർപ്പിക്കുക.